100നും 200നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും തുക എത്രയാണ്? ഞാൻ ഈ ചോദ്യം ആദ്യം പിടിക്കാൻ കാരണം എന്താണ്? ഈ ഒറ്റസംഖ്യകളുടെ തുകയ്ക്ക് പ്രത്യേകതയില്ല. അത് 1 മുതൽ തുടങ്ങുന്ന ഒറ്റസംഖ്യക്കാരുടെ നല്ല പ്രത്യേകതയില്ല. നോക്കിക്കോളൂ. 1 is equal to 1. 1 plus 3 is equal to 4. 1 plus 3 plus 5 is equal to എന്താ കോഹോസ്റ്റ് എന്താണെന്ന് ഞാൻ തന്നെ പറയണം. 9. നീ വരുന്നില്ല. 1 plus 3 plus 5 plus 7 is equal to 16. 16. ഇന്ന് വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം തന്നെ പോകാം. 16. ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. 1 മുതൽ തുടങ്ങുന്ന എല്ലാ ഓഡ് നമ്പേഴ്സിന്റെയും സം സ്ക്വയർ എന്ന് പറയും. ഇവിടെ 1, 3, 5, 7 എന്നീ 4 തുടർച്ചയായ ഓഡ് നമ്പർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കൂട്ടുമ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന 4 എണ്ണം ഉണ്ടെങ്കിൽ 4ന്റെ സ്ക്വയറായ 16 കിട്ടിയത്. തൊട്ട മേലെ 3 ഓഡ് നമ്പേഴ്സ് തുടർച്ചയായിട്ട് 1 മുതൽ കൂട്ടിയപ്പോൾ അത് 3ന്റെ സ്ക്വയറായ 9 കിട്ടുന്നത്. മേലെ 2 ഓഡ് നമ്പേഴ്സ് തുടർച്ചയായിട്ട് കൂട്ടിയപ്പോൾ 2ന്റെ സ്ക്വയറായ 4 കിട്ടും. അപ്പോൾ ഓഡ് നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 is a square number. അപ്പം ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും കൂട്ടിയാൽ. പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യം വളരെ വ്യക്തമാണ്. 100നും 200നും ഇടയിലുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിന്റെയും സം എത്രയാണ് ചോദ്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതാ ഓൺ ചെയ്തിരിക്കുകയാണ്, പുറക്കെ വിളിച്ചു പറയാം. സാറേ ഒന്നുകൂടിയും പറയുമോ? മലയാളത്തിലുമാണ് ഇംഗ്ലീഷിലുമാണ്? മലയാളം. മലയാളം. അതായത് 100നും 200നും എന്താ കുട്ടിയുടെ പേര്? ഇപ്പൊ പറഞ്ഞ കുട്ടിയുടെ പേരെന്താണ്? ഈശ്വരപ്രസാദ്. ഈശ്വരപ്രസാദ്. എവിടെയാ സ്ഥലം? വയനാട്. വയനാട്. ഏത് സ്കൂളാണ് ഈശ്വരപ്രസാദ് പഠിക്കുന്നത്? CHHS പനമരം. പനമരം. ഓക്കെ. 100നും 200നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ് ചോദിച്ചപ്പോൾ ആദ്യത്തെ ഓഡ് നമ്പർ ഏതാണ് ഈശ്വരപ്രസാദ്? 101. 101. അവസാനത്തെ ആ ഓഡ് നമ്പർ ഏതായിരിക്കും? 199. നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്നത് വളരെ ട്രിക്കിലൂടെ എളുപ്പത്തിൽ എങ്ങനെ ഉത്തരം കണ്ടെത്താം. കാരണം നമ്മുടെ പരീക്ഷയ്ക്ക് 1 മിനിറ്റ് ആണ് നിങ്ങൾക്ക് USS പറയല്ല. USS 1.25 മിനിറ്റ് വരെ പോകും. അതേസമയത്ത് 1 മിനിറ്റ് ആണ് ഒരു ചോദ്യത്തിന്. 90 ചോദ്യം ഉണ്ടെങ്കിൽ 90 മിനിറ്റ് കൊണ്ട് ഉത്തരം. പക്ഷെ ചില സമയത്ത് ചില ചോദ്യത്തിന് അങ്ങനെ 90 മിനിറ്റ് ഒന്നും വേണ്ടിയിരിക്കും. ചോദ്യത്തിന് 1 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് ചില ചോദ്യങ്ങളിൽ 1 മിനിറ്റ് മതിയാവുകയില്ല. അതുകൊണ്ട് നമ്മൾ മറ്റേ ചോദ്യം വളരെ ഈസി ആയിട്ട് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് മാറ്റാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് വളരെ സ്പീഡ് ചെയ്ത് പഠിക്കലാണ് നമ്മുടെ ജോലി. ഇപ്പൊ 101 എന്ന സംഖ്യയാണ് ആദ്യത്തെ ഓഡ് നമ്പർ. അപ്പൊ ഈ അവസാനത്തെ ഓഡ് നമ്പറോ ഏതാ? 199. 199. ഇത് രണ്ടും കൂടി ഏഡ് ചെയ്താൽ എത്രയാണ്? 300. ആർക്കും പറയാം, ആർക്കും ഉത്തരം പറയാം. നിങ്ങളെ ഒരു കുട്ടി എന്ന് പറയണമെന്നില്ല. 300. ഓക്കെ, ശരിയല്ലേ മുഹമ്മദ് റസ്താൻ? ആരും മിണ്ടുന്നില്ല. കോഹോസ്റ്റായ കുട്ടികൾ തീരെ മിണ്ടുന്നില്ല. ഇത് ശരിയാണോ? യെസ് സാർ. 101 190 കുട്ടികളെ 300 അല്ലേ? അതെ. ഇനി എന്റെ ചോദ്യം ഈശ്വരപ്രസാദിനോടാണ്. ഈശ്വരപ്രസാദ് കേൾക്കാമോ? കേൾക്കാം. 100 മുതൽ 200 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്?
ഒരു കുട്ടിക്ക് അവരെ സഹായിച്ചു കൊടുക്കാം. ഈശ്വർ പ്രസാദിനെ 100 മുതൽ 200 വരെ എത്ര ഓർഡർ നമ്പേഴ്സ്? ആരും കണ്ടതില്ലേ? 100 മുതൽ 200 വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ടെന്നാണ് ചോദ്യം. 50. 50 ഓർഡർ നമ്പർ ഉണ്ട്. 50 ഓർഡർ നമ്പർ ഉണ്ട്. 100 മുതൽ 200 വരെ 50 ഈവൻ നമ്പർ ഉണ്ട്. അപ്പൊ മൊത്തം 100 നമ്പേഴ്സ് ആണ് ഉണ്ടാകുക. ശരി, നമുക്ക് ഈ 50 ഓർഡർ നമ്പറിനെ ഇവിടെ ഇട്ടെന്ന് പറഞ്ഞാൽ 50/2. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന ഇതാണ്. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ഞാൻ ആഡ് ചെയ്തു. എനിക്ക് 300 കിട്ടി. ആ 300നെ ഞാൻ എത്ര കൊണ്ട് ഗുണിച്ചു? 101 മുതൽ 199 വരെയുള്ള 50 ഓർഡർ നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 50 ഞാൻ പകുതി. ഈ 50ന്റെ പകുതി എത്രയാണ്? ഇറ്റ് ഇസ് ദ ഹാഫ് ഓഫ് 50. 25. അപ്പോൾ 50ന്റെ പകുതി 25. ഇനി അത് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ 25നെ 300 കൊണ്ട് ഗുണിക്കലും മനസ്സിൽ ചെയ്യാൻ പറ്റും. എത്രയാണ്? ഈ 25നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 75. ആ 75ന്റെ കൂടെ 2 0 അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ ഉത്തരം ഇവിടെ റെഡിയാണ്. എത്രയാണ് ഈശ്വർ പ്രസാദ് ഉത്തരം? ഈശ്വര പ്രസാദ് കേൾക്കാമോ? എത്രയാണ് ഉത്തരം? അവന് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അതായിരിക്കും സംഭവം. ശരിയാണ്, മൈക്ക് ഇപ്പോൾ ഓണാണ്. പറയാം. എത്രയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്? പറയൂ, ഏതെങ്കിലും കുട്ടി പറയൂ. എത്രയാണ് മക്കളെ ആൻസർ പറഞ്ഞത്? 75,000. ഹോസ്റ്റായ കുട്ടികള് അവരുടെ പേര് ഉറക്കെ പറഞ്ഞ് കേൾക്കുന്നില്ല, കാരണം അവരൊന്നും പേര് വിളിക്കേണ്ടിരിക്കും. ഇത് മുന്നോട്ട് പോകണല്ലോ. ഹോസ്റ്റായ കുട്ടികളും പേര് പറഞ്ഞേ. ശ്രീബാല. ഒരാളെ ആരാധ്യ. പിന്നെ അപ്പൊ എനിക്ക് ശ്രീബാലയുടെ ആരാധ്യതയുള്ള ചോദ്യം ഉണ്ട്. നിങ്ങൾ പിന്നെ ഹോസ്റ്റ് ആയത് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ എനിക്ക് മറുപടി പറയാനുള്ളൂ. എത്രയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറയും. 7,500. ഓക്കെ, ഇത് എങ്ങനെയാ കിട്ടിയത്? ആദ്യത്തെ സംഖ്യ അവസാനത്തെ സംഖ്യ നമ്മൾ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 300. 300 കിട്ടി. 300 കിട്ടി. ഈ 50 എന്താണ്? ഈ 50 എന്താണ്? 100ന്റെയും 200ന്റെയും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ആണ്. ആ 50ന്റെ പകുതി എടുത്തിട്ടാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. ഇതിന്റെ കുറച്ചുകൂടി ഹയർ ലെവലിലെ ചോദ്യങ്ങൾ വരാം. അതൊക്കെ നമുക്ക് സാവകാശം പരിചയപ്പെടാം. ഇന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ടോപ്പിക്കായ സ്ക്വയർ നമ്പേഴ്സ്, ആ സ്ക്വയർ നമ്പേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതിന് സിലബസിലെ കുട്ടികൾക്കുള്ള ചോദ്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ പൊളിച്ചു നോക്കി അറിയാൻ പറ്റും. ശരി, മൈക്ക് ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്യുക. അതില് ഒരു ചോദ്യം ഇതാ വിളിച്ചോ. ചോദ്യം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഞാൻ ഓപ്ഷനാണ് ആദ്യം തരാൻ പോകുന്നത്. 15,000 15,000 15,876 18,128 16,172 ശ്രീപാല. ആ നമ്പേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചേ. 15,000 8,760
ഒന്നുകൂടി 50,876, 18,128, 60,172. മക്കളെ ഇതൊക്കെ ഓപ്ഷൻസ് ആണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ ചോദ്യം എന്തായിരിക്കുമെന്ന്? മൈക്കോണാണ്. ഏതെങ്കിലും കുട്ടിക്ക് പറയാം, എന്ത് തരം എന്ന് പറയാം. എന്റെ ചോദ്യം എന്താവാം? ഓപ്ഷൻസ് ഇതാണ്. ഇന്ന് ആ വിഷയം നമ്മൾ എടുക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മുഹമ്മദ് ഹസ്താൻ പോയി തോന്നുന്നു അല്ലേ? താഴെ പറയുന്ന പൂർണ്ണവർഗം ഏത്? വെരി ഗുഡ്. ശരിയാണ്, അതാണ് ചോദ്യം. അതാണ് പറഞ്ഞത്. മറുപടി പറഞ്ഞാൽ പേരെന്താ? ആരാധ്യ. സഞ്ജന SD. ആ, ഏത് സ്കൂളാണ് മോള്? സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. Which of the following is a perfect square? ആ ചോദ്യം മക്കളൊന്ന് എഴുതിയെടുത്ത്. മലയാളം പറഞ്ഞല്ലോ സാറേ. മലയാളം പറയാം. മലയാളം ഞാൻ പറഞ്ഞാൽ പറയുന്നതല്ലോ. ആ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗ സംഖ്യ ഏത്? ഒന്നിങ്ങോട്ട് പറഞ്ഞേ, ഒന്നേറ്റ് പറഞ്ഞേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗ സംഖ്യ ഏത്? വെരി ഗുഡ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ സംഖ്യ ഏത്? അത് അതിന്റെ ഓപ്ഷൻസ് ഒന്ന് മലയാളത്തിൽ മക്കളൊന്ന് വായിച്ചേ. 15,000, 15,176, 16,228, 16,272. ഓ ശരി. ഇനി നമുക്ക് ആരാധ്യയിലേക്ക് ഒന്ന് പോകാം. ആരാധ്യ, ഞാൻ പറയുന്നത് കേൾക്കാം? ആരാധ്യ ഒന്ന് സ്മാർട്ട് ആയിട്ട് മറുപടി പറഞ്ഞേ. ഞാനിവിടെ 4 സംഖ്യ വേറെ എഴുതാൻ പോവുകയാണ് ആരാധ്യ. ആ നമ്പർ ഒന്ന് വായിച്ചേ. 26, 36, 36, 46, 56. അപ്പോൾ ഇതിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ? പൂർണ്ണവർഗം ഏതാണ്? 36, 36 ഏത് സംഖ്യയുടെ സ്ക്വയർ? 6. 6ന്റെ സ്ക്വയർ. അതെന്തുകൊണ്ടാണ് ഇത് പൂർണ്ണവർഗം നമുക്ക് പറയാൻ കഴിയുന്നത്? മറ്റൊന്നും പൂർണ്ണവർഗം അല്ലാതെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ആദ്യം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ആ കുട്ടി പെട്ടെന്ന് 36 പൂർണ്ണവർഗമാണെന്നും മറ്റൊന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 36 ആരുടെ സ്ക്വയർ ആണെന്ന് കുട്ടിക്ക് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ് പെട്ടെന്ന്? മറുപടി പറയും. അതിന് പറയാം, ഒരു കുസൃതി ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത്? അത് ഈസിയായിട്ട് മറുപടി അറിയാൻ പറ്റില്ല. എന്തായിരിക്കും? മറ്റുള്ളവ ഒന്നിന്റെ സ്ക്വയർ അല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇത് നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ഇവർ അത്ര പരിചയം പോരാ. ഇവരൊക്കെ നമുക്ക് ഒരു ട്രിക്ക് ഇവിടെ കണ്ടെത്താം. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഒരെണ്ണം മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാവൂ. ബാക്കി 3 എണ്ണം പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. തിരിച്ചു ചോദിക്കാം, നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ചോദിക്കാൻ പിന്നീട് പഠിക്കാൻ നോക്ക്. ഇവിടെ പൂർണ്ണവർഗ സംഖ്യ ഏത് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പൂർണ്ണവർഗ സംഖ്യ അല്ല. അപ്പൊ ഈ കുട്ടി പറഞ്ഞതുപോലെ 36 പറഞ്ഞതുപോലെ ഇതിനെ 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് വിളിച്ചിട്ടുണ്ട്. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കോൺസ്റ്റ് ആയ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഇവിടെ
ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം ഏതായിരിക്കും ഇതിൽ പൂർണ്ണവർഗം എന്ന് കിട്ടിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രസീതയിലെ പറഞ്ഞു. ഓപ്ഷൻ ബി 15,876. ഇതാണ് 15,876 ശരി. പക്ഷെ അത് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ആ പറഞ്ഞ കുട്ടിക്ക് മറ്റുള്ള 3 എന്തുകൊണ്ട് പർപ്പസ്ക്വയർ അല്ല എന്ന് പറയാൻ പറ്റുമോ? അത് അക്കത്തുക കൂട്ടിയിട്ട് 1947 ഇവയിലെ ഈ സംഖ്യയുടെ അക്കത്തുക കൂട്ടിയിട്ട് 1947 ഇവയിൽ ഏതെങ്കിലും ലഭിച്ചെന്നു. അക്കത്തുക കൂട്ടിയിട്ട് 1, 1, 9, 4, 7 ഏതെങ്കിലും ഒന്ന് കിട്ടുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെ അക്കത്തുക കൂട്ടിയാൽ പോയി. അങ്ങനെയാണോ പഠിച്ചത്? 8, 2, 10, 11, 8, 10, 20, അത് കിട്ടുന്നില്ല. 6, 7, 1, 8, 2, 10, 17. അങ്ങനെയാണോ പഠിച്ചത്? സാറേ അവസാനം 2, 3, 7, 8 വരാ. അപ്പോ അവിടെ ചെറിയ പ്രശ്നം ഞാൻ കുട്ടിയോട് ചോദിക്കട്ടെ. 1300 അക്കത്തുക എത്രയാ പോലെ? 4. അപ്പൊ അത് പൂർണ്ണവർഗ സംഖ്യ ആവോ? ആവോ? ശരി. 13 എന്ന സംഖ്യ പൂർണ്ണവർഗ സംഖ്യയാണോ? അല്ല. 19 എന്ന സംഖ്യ അക്കങ്ങളുടെ തുക 9, 10 അത് വീണ്ടും കൂട്ടിയാൽ 0, 1, 1 കിട്ടുന്നു. അത് പൂർണ്ണവർഗ സംഖ്യയാണോ? അപ്പോ അക്കത്തുക ആദ്യം പരിശോധിച്ചിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണവർഗമാണെങ്കിൽ ഒരുപാട് സംഖ്യകൾ അങ്ങനെ പൂർണ്ണവർഗമാവും. അതുകൊണ്ട് ആദ്യം അക്കത്തുക നോക്കരുത്. ആ മോനോട് എനിക്ക് പറയാനുള്ള മോനല്ലേ എന്തെന്നാ പേര് പറഞ്ഞത്? ഹലോ, പോയോ? ആ കുട്ടി പോയോ? അതായത് ആദ്യം നമ്മൾ ഒരിക്കലും ഈ അക്കത്തുക നോക്കരുത്. ആദ്യം കുറെ ടെസ്റ്റ് ഒക്കെ നടത്തിയ ശേഷം മാത്രമേ അക്കത്തുക നോക്കാവൂ. പൂർണ്ണവർഗം ആയ ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ ശരിയാണ്, അക്കത്തുക എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന 1, 9, 4, 7 ഇത് ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പാടില്ല. 1950 പുറത്ത് വെക്കാം. പക്ഷെ ആദ്യം ചേർത്ത് വെച്ചാൽ ചില സംഖ്യക്ക് അങ്ങനെ ആയിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ആ കുട്ടിയോട് ചോദിക്കട്ടെ, ഇത് 45,000 ആയാലും അത് പർപ്പസ്ക്വയർ അല്ല. അപ്പൊ ആ കുട്ടി പറയും 5, 4, 9. 9 ആണല്ലോ സാർ അക്കത്തുക. അപ്പൊ 9 1947 വരുന്നുണ്ടല്ലോ എന്ന് പറയാം. പക്ഷേ ഒരിക്കലും അങ്ങനെ അക്കത്തുക ആദ്യം നോക്കരുത്. അത് ലാസ്റ്റില് പർപ്പസ്ക്വയർ കണ്ടെത്തിയ ശേഷം പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ്. ഇനി ഞാൻ ഇതിലേക്ക് വരാം. ഇവിടെ ഹലോ പറയൂ, എന്റെ സംശയത്തെ ചോദിക്കാം. സൗണ്ട് കുറച്ച് കുറക്കോ? അതിന്റെ കുറയ്ക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റുള്ള കുട്ടികൾക്ക് പ്രശ്നമാകുന്നില്ല. മോളാണെന്ന് മോളെ വോളിയം അവിടുന്ന് കുറച്ചാൽ പോരെ? മോളുടെ വോളിയം കുറയ്ക്കൂ, അതല്ലേ നല്ലത്. ഞാനിതിന്റെ ഒച്ച പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പറയുന്നൊന്നും. എന്താ കുട്ടിയുടെ പേര്? മറ്റുള്ള കുട്ടികൾക്ക് പറയുന്നതിന്റെ സൗണ്ട് കുറയ്ക്കണം മക്കളെ. ഹലോ, മറ്റുള്ള കുട്ടികൾ മിണ്ടുന്നില്ലേ? ഹലോ, മറ്റുള്ള കുട്ടികൾ എന്ന് പറയുന്നതിന്റെ സൗണ്ട് കുറയ്ക്കണോ? അപ്പൊ മുഹമ്മദ് ഉസ്താദെ ആ കുട്ടിക്ക് നമുക്കൊരു മറുപടി കൊടുത്തൂടെ? ആ കുട്ടിയുടെ ഫോണിന്റെ വോളിയം അവിടെ കുറച്ചാൽ പോരെ? ആ പ്രശ്നം പരിഹരിക്കൂലേ? ഇല്ല, ആ കുട്ടി അതിനോട് പറഞ്ഞത് എന്റെ സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞത് എനിക്ക് തിരിയുന്നില്ല. പറഞ്ഞു വന്നു മുഹമ്മദ് ഉസ്താദെ, എനിക്കത് മനസ്സിലാക്കാൻ പറഞ്ഞത്. ശരി, ആ കുട്ടി അവിടുന്ന് സൗണ്ട് കുറച്ചാൽ മതി. ശരി. അപ്പൊ മുഹമ്മദ് ഉസ്താദ് നമുക്ക് ഈ 15,000 എന്തുകൊണ്ട് പർപ്പസ്ക്വയർ അല്ല എന്ന് പറയും? മറുപടി
അത് ഈ വൺസില് 0 1 4 5 ഫോൺ എന്ന പ്രശ്നമുണ്ടോ? എന്താ മിണ്ടാത്തത്? ഇന്ന് വേഗം സാർ പറഞ്ഞാൽ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഈ 15,000 എന്തുകൊണ്ട് പരസ്പരം അല്ല? സാർ എങ്ങനെ? ഈ 15,000 പരസ്പരം അല്ല എന്ന് പറയുന്നത് കുട്ടികൾ സെലക്ട് ചെയ്തത് 15,776 അതായത് ശരിയും. പക്ഷേ 15,000 പരസ്പരം അല്ല. അതേ മറുപടി പറയും സാർ. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് ഓഡ് നമ്പർ ആയിരിക്കില്ല, സീറോസിന്റെ നമ്പർ. സീറോയിൽ അവസാനിക്കുന്നത് ഓഡ് സീറോസ് വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവിടെ 3 സീറോ ആണുള്ളത്, ഓഡ് നമ്പർ 0 ആണ്, അതൊരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. ഇനി മറ്റൊരു കാര്യം കുട്ടികളെടുത്തോളം ഈ മൂന്നാമത്തെ 18,128 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം ഒരേ പെർഫെക്റ്റ് സ്ക്വയറിന് 8 അവസാനിക്കില്ല. 8 മാത്രമല്ല 2, 3, 7, 8 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്നത് ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അപ്പൊ നിങ്ങൾ ആദ്യത്തെ പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. 2, 3, 7 ഇത് നോട്ട്സിൽ അയച്ചു പഠിക്കണ്ട. 2, 3, 7, 8 ഒരു സംഖ്യയുടെ അവസാനത്തിൽ വന്നാൽ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അതൊരു പൂർണ്ണവർഗ സംഖ്യ അല്ല. ഞാൻ ഷോർട്ട് ആയിട്ടാണ് നോട്ട് ചെയ്യുന്നത്. A number ending in 2, 3, 7, 8 it is not a perfect square. 2, 3, 7, 8 2, 3, 7, 8 ഒരു പൂർണ്ണവർഗ ഒരു സംഖ്യയുടെ അവസാനത്തിൽ വന്നാൽ അത് ഒരിക്കലും സ്ക്വയർ നമ്പർ ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞു ഓഡ് സീറോസ് വന്നാലും പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. നിങ്ങൾ 0 അവസാനിക്കുന്ന സ്ക്വയർ നമ്പേഴ്സ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. 100 ആ 100 എന്നത് 2 സീറോ വന്നു. പക്ഷേ 2 സീറോ വരുന്ന അല്ലെങ്കിൽ 4 സീറോ വരുന്ന എല്ലാ സംഖ്യകളും അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നില്ല. നിങ്ങളെ 200 എന്തുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ല? 2 സീറോ അല്ലേ വരുന്നത്? മറുപടി 200 എന്ന സംഖ്യ 200 എന്ന സംഖ്യ ഞാൻ ഈ പറഞ്ഞ പോലെ 2 സീറോ വരുന്നു. പക്ഷെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയുന്നു. മുഹമ്മദ് റസാന്റെ മൈക്കോ എന്നാണ് ആദ്യം പറ്റിയത്. ശരി, കുഴപ്പമില്ല. അവിടെ എന്തുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയാനുള്ള കാരണം ഇവിടെ സീറോയില് ഡബിൾ സീറോയില് ഇരട്ട സീറോയില് അവസാനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനോട് ചേർന്ന് നിൽക്കുന്ന ആള് എപ്പോഴും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കണം. 930 സ്ക്വയർ ആണ് 900. ഇവിടെ 2 സീറോ കൊണ്ടല്ല അവിടെ രക്ഷപ്പെട്ട ആളുകൾ. അവിടെ 9 എന്ന സംഖ്യ 3 എന്ന സംഖ്യയുടെ സ്ക്വയർ ആണ്. എങ്കിൽ മക്കൾ പറയൂ 1600 എന്ന സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? എന്തുകൊണ്ട്? അത് 14 സോറി മറുപടി പറയുകയാണെങ്കിൽ സീറോസിന്റെ നമ്പർ ഈവൺ ആണ്. പിന്നെയോ? പിന്നെ അതിന് മുൻപുള്ള 16 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണ്. അപ്പോൾ സീറോയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായി ഓഡ് സീറോസ് വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈവൺ സീറോസ് എല്ലാ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നില്ല. കാരണം ആ ഈവൺ സീറോസ് വന്നാൽ പോലും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് നമ്പേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ നമ്പർ ആവുകയും വേണം. അതാണ് ഒരു കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷൻ വേറെ ഞാൻ പറഞ്ഞത് 2, 3, 7 എന്നിവയിൽ അവസാനിക്കുന്നത് ഒരിക്കലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് 16,122 2 അവസാനിക്കുന്നു. അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 18,128 8 അവസാനിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ നമ്പർ. 15,000 3 സീറോസ് ഓഡ് സീറോസ് അവസാനിക്കുന്നത് അതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ എല്ലാ ചോദ്യങ്ങളും അങ്ങനെ ആകണമെന്നില്ല. എല്ലാ ചോദ്യവും അങ്ങനെ ആകണമെന്നില്ല. ശ്രദ്ധിക്കുക. എങ്ങനെ വരാം ഒന്ന് ശ്രദ്ധിച്ചോളെ. ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം വരുമെന്ന് എനിക്കറിയാം. Six 1 0 0 ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല.
അപ്പോ ഇത് നേരത്തെ കുട്ടി പറഞ്ഞതുപോലെ ആ കുട്ടി ഉടനെ തന്നെ 6+1 കൂട്ടിയിട്ട് 7 കിട്ടുന്നുണ്ട്. ഡിജിറ്റൽ റൂട്ട് 7 ആണല്ലോ, അക്കത്തുക 7 ആണല്ലോ, പർപ്പസ് ശരിയാക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. എന്താ ഉണ്ടാവുന്നത്? ഇത് പർപ്പസ് അല്ല എന്ന് പറയാൻ കാരണം 61 എന്ന സംഭവം ഒരു സ്ക്വയർ നമ്പർ അല്ല. 64 ആണ് നമുക്ക് കൈ നോക്കാൻ. ഇതിന് പകരം 64 എന്ന് എഴുതിയിട്ട് 2 0 ചേർത്താൽ പർപ്പസ് ആകുമോ? അതേത് സംഖ്യയുടെ സ്ക്വയർ ആണ്? അത് 64 8ന്റെ സ്ക്വയർ ആണ്. അതെനിക്ക് മനസ്സിലായി. പക്ഷേ 80ന്റെ സ്ക്വയർ ആണ്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ സംസാരിച്ച് തുടങ്ങി, എല്ലാവരും പ്രതികരിച്ച് തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഞാൻ ഇതിനെ 4 ഡിജിറ്റുള്ള നമ്പറിനെ ഞാൻ 5 ഡിജിറ്റുള്ള നമ്പർ ആക്കാൻ പോവുകയാണ്. ഞാൻ അവിടെ കൊടുക്കുന്ന അക്ഷരം എ ആണ്. 6100A. മൈക്കിന്റെ ബ്യൂട്ടിയല്ലേ അത്യാവശ്യം. ഓക്കെ, 6100A അതൊരു 5 ഡിജിറ്റ് നമ്പർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ എ എന്നതിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്ത് കൊടുക്കണം? 0 1 2 3 4 5 6 7 8 9. 0 to 9 വരെ 10 ഡിജിറ്റ്സിലേക്ക് ഏതെങ്കിലും ഒരു ഡിജിറ്റ് ഈ എയിൽ നിങ്ങൾ കൊടുത്താൽ ഇറ്റ് വിൽ ബി എ പർപ്പസ് സ്ക്വയർ. നിങ്ങൾ ഇതിൽ ഏത് ഡിജിറ്റാണ് കൊടുക്കുക? 6100A എന്നതിൽ എക്ക് നിങ്ങൾ ഇതിൽ ഏത് ഡിജിറ്റ് കൊടുത്താൽ പർപ്പസ് സ്ക്വയർ ആണ്. ഇനി എല്ലാവർക്കും ഒരേ തരത്തിൽ പറയാൻ കഴിയും. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ആദ്യം ഞാൻ ആദ്യം ഈ 0 ഇങ്ങോട്ട് വിളിച്ചു. 6100 ഇവിടുത്തെ 0 ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക പർപ്പസ് സ്ക്വയർ ആവും? ഇല്ല സാറേ. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 0 തട്ടി. ഇനി നേരത്തെ നമ്മൾ പഠിച്ച വേറൊരു കാര്യം ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഞാൻ ഈ 2നെ ഇങ്ങോട്ട് എടുത്തു. ഈ 2നെ ഇവിടെയുള്ള ഈ 2നെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. ഇപ്പോൾ അത് എന്താ കാരണം? 2 3 7 8 എന്നിവ അവസാനിക്കുന്ന സ്ക്വയർ നമ്പേഴ്സ് അല്ല. ശരിയാണ്. 2 3 പിന്നെ 7 8 ഇവയൊന്നും അവിടെ പറ്റില്ല. അത് നമ്മൾ പഠിച്ചൊരു കാര്യം. 0 പറ്റില്ല എന്ന് തിരിഞ്ഞു. ഇനി നമുക്ക് 6100 എന്ന് എഴുതിയിട്ട് ഇനിയാണ് ബാക്കിയുള്ള ഏതൊക്കെ റിമൈനിങ് നമ്പേഴ്സ് എടുക്കുകയാണ്? 4 ഉണ്ട്, 1 4 5 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. അപ്പൊ അത്രയും ഓപ്ഷനൊക്കെ കുറച്ചു. ഇത് നിങ്ങൾ പറഞ്ഞു, ഇതിൽ ഞാൻ ഏത് സ്വീകരിക്കണം? ഇതിൽ ഏത്? അതായത് മറ്റൊക്കെ നമുക്ക് തട്ടി 1 വേണോ? 1 കൊടുത്താൽ റെഡിയാകുമോ? നിങ്ങളാ പറയേണ്ടത്. 1 പറ്റുമോ? അല്ലെങ്കിൽ 4 കൊടുക്കാമോ? അതല്ലെങ്കിൽ 5 കൊടുത്താൽ സ്ക്വയർ ആകുമോ? അതല്ലെങ്കിൽ 6 കൊടുത്താൽ സ്ക്വയർ ആകുമോ? അല്ലെങ്കിൽ 9 ആകുമോ? ശരി. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. NMFSക്ക് എന്തായാലും 1 മാർക്കിന്റെ ചോദ്യവുമാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനും. ഇതിൽ ഏത് നമ്പർ കൊടുത്താലാണ് അതൊരു സ്ക്വയർ നമ്പർ ആവുക, പർപ്പസ് സ്ക്വയർ ആവുക, പൂർണ്ണവർഗ സംഖ്യ ആവുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഗസ്റ്റ് ചെയ്താലും മതി. നമുക്ക് നോക്കാം. 9 എല്ലാവരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മറുപടി തരണം. നിങ്ങൾ ആ 9 പറഞ്ഞ ഒരു കുട്ടി ധൈര്യമായിട്ടൊന്ന് മുന്നോട്ട് പോകാം.
ഗസ് ചെയ്തതാ. ഗസ് ചെയ്താ ശരി. ഗസ് ചെയ്യാതെ 9 പറയാൻ കുട്ടികൾ ധൈര്യമായിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും? ശരി. ഇനി നമുക്ക് 9 നിങ്ങൾ എടുത്തത് ശരിയാണ്. നിങ്ങൾ ഗസ് ചെയ്ത് ശരിയായിട്ടുണ്ട്. 9 ആണ് ശരി. അത് ഞാൻ സമ്മതിച്ചു. അതായത് 6 1 0 0 9 സ്ക്വയർ നമ്പർ ആയതുകൊണ്ടാണോ? അല്ലല്ല, 9 സ്ക്വയർ നമ്പർ ആയത്. അങ്ങനെയാണെങ്കിൽ 4 സ്ക്വയർ നമ്പർ അല്ലേ? 4 വെച്ചിവിടെ നമുക്ക് അവിടെ. അതെ, ശരി. ആദ്യം മക്കള് ഇതിലേക്ക് വരാം. ഇതിന്റെ മറുപടി നിങ്ങൾ തന്നെ പറയാൻ പോവുകയാണ്. മുഹമ്മദ് അസ്താൻ ഇവരൊന്ന് സഹായിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ 9 ഗസ് ചെയ്ത് പറയാൻ ശരിയാവുകയും ചെയ്തു? പക്ഷെ മുഹമ്മദ് അസ്താൻ എനിക്ക് മറുപടി തരണം. 1-നെയും 4-നെയും 5-നെയും 6-നെയും അവിടെ ചേർത്ത് വെച്ചാൽ എന്തുകൊണ്ട് അത് സ്ക്വയർ നമ്പർ ആവില്ല? ആ സംഖ്യയുടെ കൂടെ ചേർത്ത് വെച്ചാൽ പറയും. സാറേ, ഫസ്റ്റ് നമുക്ക് 1 എടുക്കാം. ഈ 1 എന്ന് പറയുമ്പോൾ അതിന്റെ 6 സം ഓഫ് ഡിജിറ്റ് സം എന്ന് പറയുന്നത് 6 + 1 + 1. മനസ്സിലായി. അതായത് 1 നമ്മളിവിടെ എന്തോ ഒരു സൗണ്ട് ഇല്ല. ആർഷികന്റെ കുട്ടിയുടെ സൗണ്ട് വരുന്നുണ്ട്. ശരി, 1 നമ്മളിവിടെ ചേർത്ത് വെച്ചാൽ ആദ്യം നമ്മൾ കുട്ടിയുടെ കാര്യം പറഞ്ഞു 1947 കാര്യം. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അക്കത്തുക കൂട്ടിയാൽ എപ്പോഴും 1 9 4 7 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 6 1 7 1 8 ആണ് 1 ചേർത്താൽ കിട്ടുക. അപ്പൊ 8 ഈ ആഴ്ച കത്തിൽ വരില്ല. അപ്പൊ 1 അല്ല. 9 സ്ഥാനം ഞാൻ ഇവിടെ 4 കൊടുത്താലും ഈ 4 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 4 ഇതേപോലെ നിനക്കൊന്ന് കൂട്ടി നോക്കാം. 7 7 4 11. ആ 11-ലെ 1 1 കൂട്ടിയാൽ നിങ്ങൾക്ക് 2 ആണ് കിട്ടുന്നത്. അവിടെയും 1947 വരുന്നില്ല. അപ്പൊ 4 തന്നെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച കുട്ടിയൊക്കെ അറിയാൻ പറ്റും 5-ൽ അവസാനിക്കുന്ന എല്ലാ സ്ക്വയർ നമ്പേഴ്സിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ 1 അല്ല 4 അല്ലാന്ന് ഇപ്പൊ തിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ 5-ൽ അവസാനിക്കുന്ന സ്ക്വയർ നമ്പറിന്റെ പ്രത്യേകത ഇന്നലെ ക്ലാസ് കിട്ടിയ കുട്ടിക്ക് പറയാൻ പറ്റും. എന്താണ് 5-ൽ അവസാനിക്കുന്ന സ്ക്വയർ നമ്പറിന്റെ പ്രത്യേകത? ലാസ്റ്റ് 25 ലാസ്റ്റ് 25 വരണം എന്നുള്ള കാര്യം ഉറപ്പാണ്. 25-ൽ അവസാനിക്കുക. പക്ഷേ ഇയാൾ 0-5-ലാണ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ 5 വരില്ല. ഇനി 6-ന്റെ കാര്യം എപ്പോ പിടിച്ചോളൂ. 6-ന്റെ കാര്യം ഇത് നോട്ട്സ് അയച്ചു തരുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോട്ട് അതിനനുസരിച്ച് ഞാൻ തയ്യാറാക്കിയത് അത് നിങ്ങൾക്ക് അയച്ചു തരും. ഇന്നും നാളെ കൊണ്ട് നിങ്ങൾ എഴുതുക. എഴുതിയിട്ട് ഞായറാഴ്ച വൈകുന്നേരം ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നാളെ നോട്ട്സ് എഴുതാൻ നിങ്ങൾക്ക്. ഇന്നത്തെ കുറച്ച് വൈകി പോകുമെങ്കിൽ നാളെ എഴുതിയാൽ മതി, പകൽ എഴുതിയാൽ മതി. അത് സ്ക്വയർ നമ്പേഴ്സിന്റെ കണ്ടുപിടിക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് നോട്ട്സ് ആണ്. ഞാൻ ഏതെങ്കിലും മീഡിയത്തിൽ അയച്ചാൽ മതി, അല്ലെ 2 മീഡിയത്തിൽ അയക്കണം. 2 മീഡിയം കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഇതിനനുസരിച്ച് ഞാൻ അയച്ചത്. അപ്പൊ 5 എല്ലാം തിരിച്ചു. ഇനി 6-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ പ്രത്യേകത എന്ന് നോക്കിക്കോളെ. ഇതൊന്ന് നോക്കാം. 4-ന്റെ സ്ക്വയർ ആണല്ലോ 6 4 14. 14-ന്റെ വർഗം 14 സ്ക്വയർ 196. 24 എന്ന സംഖ്യയുടെ വർഗം 576. നമുക്ക് 6 അവസാനിക്കാൻ തന്നെ നോക്കുക. 6-ന്റെ സ്ക്വയർ 36. 16-ന്റെ സ്ക്വയർ 256. 26-ന്റെ വർഗം 676. ഇവിടെ നോക്കി നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. 6-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗത്തില് നിങ്ങൾ എന്ത് പ്രത്യേകതയാണ് കാണുന്നത്?
തൊട്ട് മുമ്പേ ഒറ്റ സംഖ്യയായിരിക്കും. ഇതുപോലെ ഡിജിറ്റ് 6 ആയിരിക്കും. അതിൽ ചേർന്ന് നിൽക്കുന്ന 10th പ്ലേസിലെ സ്ഥാനങ്ങൾ എപ്പോഴും ഒറ്റസംഖ്യ. സംഖ്യകളാണ്. അതായത് 10th പ്ലേസ് ഓഡ് നമ്പർ. അപ്പൊ ഇവിടെ നമ്മൾ 6 കൊടുത്താൽ ശരിയാവില്ല, കാരണം ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ 9ലേക്ക് തന്നെ പിടിക്കുക. 61,009 എന്ന സംഖ്യയ്ക്ക് പിടിച്ചു. ഇനി 9 കൊടുത്തപ്പോൾ ഇവിടെ പെർപ്പസ് സ്ക്വയർ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്താം. എങ്ങനെ? ഇത് കൂട്ടി നോക്കുക. 9 1 10 6 16. ആ 16ലെ ഡിജിറ്റൽ റൂട്ട് കാണാൻ, അക്കത്ത് കാണാൻ 6 വീണ്ടും കൂട്ടിയിട്ട് 7ലേക്ക് പോകുന്നു. 1947 7 വരുന്നു. ഞാൻ മൈക്ക് ഓൺ ചെയ്യുകയാണ്. ഇത് വലിയൊരു 2-3 ദിവസം ഒരു ക്ലാസ് റൂമിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഈ സ്ക്വയർ നമ്പേഴ്സിന്റെ ചെറിയൊരു ഭാഗം 7ാം ക്ലാസ്സിലോട്ട് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാൻ മക്കളെ. നോ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് അവർക്ക് നോട്ട് കൂടി അങ്ങോട്ട് വരുമ്പോൾ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് ഇത് ഒന്നുകൂടി ഞാൻ എടുക്കും, പഠിക്കണ്ട, ഒന്നുകൂടി എടുക്കും. കാരണം ഇത് സ്ക്വയർ നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ട ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. ഇനി അതിൽ നിങ്ങൾക്ക് 1 9 അവസാനിക്കുന്ന സംഖ്യയുടെ പ്രത്യേകത വെച്ചിട്ട് ടേബിളൊക്കെ ഞാൻ അയച്ചു തരും. നിങ്ങൾ ആദ്യം വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത് ഈ വെക്കേഷൻ സമയത്ത് 1 മുതൽ 30 വരെ എഴുതിയിട്ടുള്ള സ്ക്വയർ നമ്പേഴ്സ് കാർഡാണ് നമുക്ക് പഠിക്കുക. അതാണ് ആദ്യത്തെ ജോലി. എന്നാൽ അതിന് നമുക്കൊരു ധൈര്യം വരും. സ്ക്വയർ നമ്പറിന്റെ ചോദ്യം നേരിടാൻ ധൈര്യം. ശരി, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ പെർപ്പസ് സ്ക്വയർ 15,876 6 അവസാനിക്കുന്നു. തൊട്ട് മുമ്പ് 7 എന്ന ഓഡ് നമ്പർ വരികയും ചെയ്തിട്ടുണ്ട്. ശരി, ഇനി നമ്മൾ സ്ക്വയർ നമ്പേഴ്സിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് സാറ്റുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ, 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഹോംവർക്കായിട്ട്. ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹോംവർക്കിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ തരും. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ മറ്റന്നാള് ഇന്ന് ഞായറാഴ്ച വൈകിട്ട് 7:30 മണിക്ക് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഈ സംഭവം തരും. ഒരു ചോദ്യം മക്കളെ എഴുതിച്ചു. ഇന്നത്തെ ഹോംവർക്ക്. Which of the following is a perfect square? Which of the following is a perfect square എന്നാണ് ചോദ്യം. എന്തെല്ലോ വന്നിട്ടുണ്ട് കാര്യം, നോക്കട്ടെ എന്തൊക്കെയാണ്. ആ ചോദ്യത്തില് ഓപ്ഷൻ ഞാൻ തരികയാണ്. ഓപ്ഷൻ എഴുതിച്ചോളൂ. ഇപ്പൊ അതിന്റെ ഒരു ഹോംവർക്കാണ് തരുന്നത്. എഴുതിച്ചു. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ സംഖ്യ ഏതാണ്? അതിന് 4 ഓപ്ഷൻ പിടിച്ചു. 3502 15129. ഒരാളൊന്ന് വായിച്ച ആ ചോദ്യത്തിന്റെ ഓപ്ഷൻസ്. 35025 15129 37128 6437. അപ്പൊ ഇതിൽ ഏതാണ് പൂർണ്ണവർഗ സംഖ്യ എന്നതാണ് ഇന്നത്തെ 1ാമത്തെ ചോദ്യം. ആ ചോദ്യം സാറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്ക്വയർ നമ്പറായിട്ട് നിങ്ങൾക്ക് സ്കൂൾ പഠിക്കാനുള്ള ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകും. 2ാമത്തെ ചോദ്യം പിടിച്ചു. 2450. 2450 എന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട്, ഏത് ചെറിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. ഏത് ചെറിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവും.
Which of the following least number is to be multiplied to get a perfect square? By 2, 4, 5, 0. അതിൽ ഓപ്ഷൻസ് ഞാൻ തരാം. പക്ഷെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ പോരാ, എങ്ങനെ കിട്ടി എന്ന് കൂടി നോക്കണം. 2, 3, 5, 7. ഈ 2 കൊണ്ടാണോ 3 കൊണ്ടാണോ 5 കൊണ്ടാണോ 7 കൊണ്ടാണോ ഈ സംഖ്യയിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഈ 2450 ഒരു സ്ക്വയർ നമ്പർ ആവുക? നിങ്ങളോട് ചെറിയൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി പറയാം. 18 എന്ന സംഖ്യയെ ഞാൻ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു സ്ക്വയർ നമ്പർ ആവാം? പറയൂ. അതിന്റെ പാട്ടുകൾ കുടിക്കല്ല. 2. 2 കൊണ്ട് ഗുണിച്ചാൽ മക്കളെ 36. ആ 36 ഏതിന്റെ സ്ക്വയറാ? 6. 50 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അത് പെർഫെക്റ്റ് സ്ക്വയർ ആവുക? 2. അപ്പൊ 100 കിട്ടി. 100 ഏത് സംഖ്യയുടെ സ്ക്വയറാ? 10. അപ്പൊ ഞാനൊരു ചെറിയ രഹസ്യം ചോദിച്ചോട്ടെ. ഈ 18 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 9. അത് സ്ക്വയർ നമ്പർ അല്ലേ? Yes, sir. ഈ 50-നെ 2 കൊണ്ട് ഹരിച്ചാൽ 25. അത് സ്ക്വയർ നമ്പർ അല്ലേ? Yes, sir. ഹരിച്ചാൽ ഗുണിച്ചാൽ. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുന്ന ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഇതിലിടയ്ക്ക് അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ പെട്ടെന്ന് ചില കുട്ടികൾ പറയുന്നത് ഇവിടെ 90 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുക? 2 പറഞ്ഞാൽ അതിനെ 2 പറഞ്ഞെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാലാവൂല. രണ്ടാരോ പറഞ്ഞിട്ടുണ്ട് 2 കൊണ്ട് ഗുണിച്ചാൽ. അവിടെ നമുക്ക് ചെറുങ്ങനെ കൂടിയാണ്. ഇപ്പൊ നേരത്തെ 10 ആരാ 10 ആണോ എന്ന് ചോദിച്ചൊരു കുട്ടി? ആരാധ്യ ചോദിച്ചത്. ആരാധ്യ പറഞ്ഞത് ശരിയാണോ എന്ന് മറ്റു കുട്ടികളോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. 10 ആണോ എന്ന് ചോദിച്ചു. 10 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് 900 കിട്ടി. ആരാധ്യ പറഞ്ഞത് ശരിയാണോ? 30 സ്ക്വയർ. അപ്പം ആരാധ്യ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആരാധ്യക്ക് എങ്ങനെയാ 10 കിട്ടി? അത് എന്താണ് 90-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയം 9 വരിക. 9 ഒരു സ്ക്വയർ നമ്പർ ആണ്. ഇങ്ങനെ ചിന്തിച്ചു. ഇനി അല്ലെങ്കിൽ വലിയ സംഖ്യക്ക് വന്നാൽ ഇത് ചെറിയ മാർഗങ്ങളുണ്ട്. അത് ഇത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് സഹായിക്കാം. ഇത് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള കണക്കാണേ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഞാൻ ചെറിയ സഹായം ചെയ്യാം. എങ്ങനെയാണ് 90-ലെ 10 കണ്ടെത്തിയത്? ഇവിടെ ഈ 90 ഇങ്ങനെ കൂട്ടിനകത്താണ് എഴുതുക. എന്താ അതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഫാക്ടറൈസ് ചെയ്യാന്നാണ് നമ്മൾ പഠിച്ചത്. ഫാക്ടറൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യ, 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകൾ. A number has only 2 factors. That number is called a prime number. Which is the least prime number? 2. Oh. How many prime numbers between 1 and 100? 25. How many composite numbers between 1 and 100? 25. How many composite numbers? Prime number അല്ലാത്ത 2 കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. 75. അവിടെ പോയി 73 ഉണ്ടാവും. കാരണം 1-നും 100-നും ഇടയിൽ എന്തായാലും പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. അപ്പൊ 1-നും 100-നും ഇടയിൽ എന്ന് പറയുമ്പോൾ 1 കൊള്ളൂല 100 കൊള്ളൂല. അപ്പൊ 25 പ്രൈം നമ്പർ 71 ഉണ്ടാവും. 73 ആണ്. അതാണ് അങ്ങനെ ചോദിച്ചത്. ശരി, ഇതിലേക്ക് വരാം. 90-നെ നമ്മൾ 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാൻ പ്രൈം നമ്പർ ഉണ്ട്. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ നേർപകുതി 45. 40.
45 അടുത്ത ഏത് പ്രൈം നമ്പറാണ് ഉപയോഗിക്കേണ്ടത്? 3. 3 പറ്റും. 3 പറ്റും. 3 പറ്റും 5 പറ്റും. 3 പറ്റും 5 പറ്റും. ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ 3 അല്ലെങ്കിൽ 3. 45 ഡിവൈഡഡ് ബൈ 3. 15. 15നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ 2 വരെ വരയ്ക്കോട്ടെ. അപ്പൊ 2 × 3 × 5. ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. ആരാധ്യ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Yes, sir. കേൾക്കുന്നുണ്ട്. ഇവിടെ 2 പേർ ജോഡികളാണ്. ആരൊക്കെയാണ് ആ ജോഡികൾ മോളെ? 3. ജോഡികളെ നമുക്ക് ഒഴിവാക്കണം. ഒറ്റപ്പെട്ടവരാരൊക്കെയാണ്? 2 ഉം 5. 2 ഉം 5 തമ്മിൽ ഗുണിച്ചാൽ എത്രയാ? 10. അതാണ് നേരത്തെ ആ കുട്ടിക്ക് കിട്ടിയ പറഞ്ഞു. അതാണ് നേരത്തെ ആ കുട്ടി പറഞ്ഞത് 90നെ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമെന്ന്. ആ രീതിയിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് 2450നെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് പെർഫെക്റ്റ് സ്ക്വയർ ആകുക എന്ന് വീട്ടിലിരുന്ന് ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തണം. Okay, sir. ഇനി ഇതാണ് ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. മാറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മാറ്റ് വരുന്ന കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഹോംവർക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഏതായിരുന്നു? എന്നോട് പറഞ്ഞു എനിക്ക് പറയാം. ഏതായിരുന്നു? മക്കൾ ഈ ചോദ്യം ചെയ്തിട്ടില്ലേ? ഈ ചോദ്യം മക്കൾ എഴുതിയെടുക്കണേ. നോട്ട് ചെയ്ത് വെച്ചോ? ഞാൻ മയക്കട്ടെ. ശരി. എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ വരും. പ്രശ്നമല്ല. യൂട്യൂബിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. യൂട്യൂബിൽ ഇപ്പൊ എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നില്ല. അതിന് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നുണ്ട്. ഷോർട്ടായിട്ട് കൊടുക്കുന്നു. ശരി പറയാം. ഓക്കെ. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക്? അത് ബോക്സ് ആറായിട്ട് ഇതാക്കിയിട്ട് കള്ളിയില് 4, പിന്നെ ഫസ്റ്റത്തെ കള്ളിയിൽ 5, സ്ക്വയറില് 4, പിന്നെ മൂന്നാമത്തെ സ്ക്വയറില് 29. അത് കഴിഞ്ഞിട്ട് അടുത്ത റോയില് ഫസ്റ്റത്തെ സ്ക്വയറില് 7, സെക്കൻഡത്തെ സ്ക്വയറില് 3, തേർഡ് സ്ക്വയറിൽ 52, മൂന്നാമത്തെ റോയില് മനസ്സിലായി. എന്റെ കൈ കിട്ടിയ ചോദ്യം എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഞാനെന്നാ പെട്ടെന്ന് ഓടിച്ചു പോവാം നിങ്ങളുടെ ഹോംവർക്കിലേക്ക്. ഇതായിരുന്നു എനിക്ക് തോന്നുന്നല്ലേ? ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ട് 9 കളിയൊക്കെ ഇതല്ലേ അവളെ? ഇതല്ലേ 5, 4, 29 ഇതല്ലേ ചോദ്യം? 7, 3, 52 പിന്നെ 8-70 ഇതല്ലേ ചോദ്യം? ഇത് പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം 5നെ സ്ക്വയർ ചെയ്യാം. 5ന്റെ സ്ക്വയർ എത്രയാ? 25 കൂടെ പ്ലസ് 4 എത്രയാ? 25 പ്ലസ് 4 എത്രയാണ്? 20. ഇനി 7ന്റെ സ്ക്വയർ എടുക്കുക. 49 പ്ലസ് 3 എത്രയാണ്? 52. ഇനി 8നെ സ്ക്വയർ ചെയ്യാം. 64. അത് കൂടെ 6 കൂട്ടിയാലാണ് 70 കിട്ടുക. അപ്പൊ നമ്മൾ ഉത്തരം 6 ആണ്. പോടിയോ? മനസ്സിലായോ? ആരാധ്യക്ക് മനസ്സിലായോ പറഞ്ഞത്? ശരി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കൂടി 1997 301 പിന്നെ 235 390 97 391 -2359 അതും കൊടുത്തില്ലേ? ഇതിന്റെ ആൻസർ
1177. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാ കിട്ടിയതല്ല? സാർ പറയാൻ പറ്റും. പറയൂ എങ്ങനെയാണ്? അത് 3 into 6 plus 1 ആണ് 19. അത് കിട്ടെ 3 into 6 plus 1 ആണ് 19. അത് ശരി, മനസ്സിലായി. അടുത്തതോ 19 into 19 into 5 plus 2 ആണ് 27. അടുത്തൊരു മിനിറ്റ് ഇരിക്കട്ടെ. 19 into 5 plus 2 ആണ് 27. ഓക്കെ, അതാണ് 5 plus 2 ആണ്. അടുത്തതോ 97 into 4 plus 3 ആണ് 5 കഴിഞ്ഞു. 5 ഒന്ന് 6 5ലേക്ക് വന്നു, 5 4ലേക്ക് വന്നു, അങ്ങനല്ലേ? ആദ്യ സ്ഥലത്ത് ഇപ്പൊ ആദ്യത്തെ കൂടുകയും ചെയ്തു, 2 3 അല്ലേ? ഇനി 391നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു അല്ലേ? പിന്നെ 4 കൂട്ടി, അങ്ങനല്ലേ? ഓക്കെ ഓക്കെ, ഞാനത് വിശദീകരിച്ചിട്ട് ഗ്രൂപ്പിലൂടെ തരാം, ഷെയർ ചെയ്യാം. വേണോ? ഓപ്ഷൻ തരാം. ഈ താഴെ ഇവിടെ ഫില്ല് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാൻ പോവുകയാണ്. 4 3 5 2. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ പേരൻസ് ആയിട്ട് ചർച്ച ചെയ്യും, മുതിർന്ന ആളുകളായിട്ട് ചർച്ച ചെയ്തിട്ട് ഇതിലേതാണ് ഇങ്ങനെ സ്യൂട്ടബിൾ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഒരു വർഷം NMOC വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്.